അല്ല, അതാ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ പിന്നെ ഉണ്ടായ പിന്നെ നിർദ്ദേശങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ടേ ഇനി ഞങ്ങളിത് പബ്ലിഷ് ചെയ്യുള്ളൂ. ഏതായാലും വളരെ കോഡിലാണ്, മേജർ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് നിങ്ങളോട് പറയാം. പിന്നെ അതിപ്പോൾ UDFൻ്റെ കോൺഗ്രസിൻ്റെ കൂടിയൊക്കെ തീരുമാനിച്ചിട്ടോ എങ്ങനെയാ എന്നുള്ളത് നാളെ ഞങ്ങളുടെ ലീഡേഴ്സിൻ്റെ യോഗങ്ങളൊക്കെ ഉണ്ട്, നാളെ തീരുമാനിക്കും. നേതൃയോഗമുണ്ട്, നാളെ നേതൃയോഗം. നല്ല നിലയിൽ ചർച്ചകൾ പോയി, പൂർത്തിയായോ എന്ന് കാര്യങ്ങൾ പറയേണ്ടത് ഇനി പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ടാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. സീറ്റ് കുറയില്ല. അതൊക്കെ നാളെ പറഞ്ഞാൽ പോരെ. ഓക്കെ, നമ്മൾ ഏത് നിർദ്ദേശങ്ങൾ പറയുന്നത്? അല്ല, അത് ആ കാര്യങ്ങൾ നാളെ പറയുള്ളൂ കേട്ടോ. അല്ല, ഇന്നിപ്പോൾ ഉണ്ടായ തീരുമാനങ്ങളെ സംബന്ധിച്ച് നാളെ പറയാം. കാരണം പാർട്ടി കമ്മിറ്റിയിൽ വെക്കണം തന്നെ പിന്നെ അത് പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തൃപ്തി ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കുഴപ്പമില്ല. തൃപ്തി നിങ്ങളോട് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കണതില്ല. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് നമ്മൾ കണ്ടത്. പൂർണ്ണ തൃപ്തി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ വലിയ തലവേദനയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി പാർട്ടി കമ്മിറ്റിയിൽ വെച്ച ശേഷം കാര്യങ്ങൾ സംസാരിക്കാം. സീറ്റിൽ മാറ്റമില്ല, സീറ്റ് കുറയില്ല. സീറ്റ് കൂടുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് തൃപ്തിയുണ്ട്, ഇന്ന് നടന്നിട്ടുള്ള ചർച്ചകൾ, ബാക്കി കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ കാര്യങ്ങൾ വെച്ച ശേഷം പറയാമെന്നാണ്. ഏതായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സീറ്റുകളുടെ കാര്യത്തിൽ തർക്കമുന്നയിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ലീഗ് ഈ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കാരണം ലീഗിന്റെ സീറ്റുകൾ കുറയുന്നില്ല. അതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും എടുത്ത നിലപാട്. മറുഭാഗത്ത് സീറ്റുകൾ കുറയ്ക്കുന്നില്ല, ഞങ്ങളുടെ സീറ്റ് ആവശ്യപ്പെടുന്നു, ഏറ്റെടുക്കൽ പരിപാടി നടക്കില്ല എന്ന് ജോസഫ് വിഭാഗം പറയുന്നു. ഇവിടെ ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന സൂചന കുഞ്ഞാലിക്കുട്ടിയുടെ ചിരിയിലും വർത്തമാനത്തിലുമുണ്ട്. അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ വെച്ച ശേഷം കാര്യങ്ങൾ വ്യക്തമായി പറയാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ആ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.